സൗദി അറേബ്യയിൽ രാജ്യവ്യാപകമായി ശക്തമായ മഴ തുടരുകയാണ്. പല ഭാഗങ്ങളിലും ശക്തമായ വെള്ളപ്പാച്ചിലും വലിയ വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടതിനെ തുടർന്ന് ഗതാഗതം താറുമാറായി. നിരവധി വാഹനാപകടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിയാദിന് വടക്ക് ഭാഗത്ത് ഒട്ടകങ്ങളെ കയറ്റിവന്ന ഒരു ട്രക്ക് വെള്ളപ്പാച്ചിലിൽപ്പെട്ട് മറിയുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. റിയാദ് അൽഖർജ് റോഡിൽ എക്സിറ്റ് 17 ഇന്നലെ രാത്രി ശക്തമായ മഴയിൽ വെള്ളപ്പൊക്കമുണ്ടായതിനെ തുടർന്ന് വാഹനങ്ങൾ മണിക്കൂറുകളോളം മുങ്ങിക്കിടന്നു. കനത്ത മഴയും കാറ്റും കാരണം പല ഭാഗങ്ങളിലും ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു. റിയാദ് ഉൾപ്പെടെ രാജ്യത്തെ 5 മേഖലകളിലാണ് കനത്ത മഴ പ്രതീക്ഷിക്കുന്നത്. രാജ്യം കൊടും ശൈത്യത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകൾ പ്രകടമാണ്. ജിസാൻ, അസീർ, റിയാദ്, കിഴക്കൻ പ്രവിശ്യ, വടക്കൻ അതിർത്തി പ്രവിശ്യ എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ ഇടിയോടുകൂടിയ ഇടത്തരം മുതൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും NCM ഇന്ന് പ്രവചിച്ചു. ഇത് വെള്ളപ്പൊക്കത്തിനും വെള്ളപ്പാച്ചിലിനും ആലിപ്പഴ വർഷത്തിനും ശക്തമായ കാറ്റിനും കാരണമായേക്കാം. അൽജഫ്, ഹായിൽ, അൽഖസീം, മക്ക, അൽബാഹ, നജ്റാൻ എന്നീ പ്രദേശങ്ങളുടെ ചില ഭാഗങ്ങളിൽ നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്കും മൂടൽമഞ്ഞിനും സാധ്യതയുണ്ട്. കൂടാതെ ചെങ്കടലിൽ ഉപരിതല കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 25 മുതൽ 45 കിലോമീറ്റർ വരെ ആയിരിക്കും. തെക്കൻ ഭാഗത്ത് മഴമേഘങ്ങൾ രൂപപ്പെടുന്നതോടെ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 60 കിലോമീറ്ററിൽ അധികം എത്താനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.